വലിയ നന്മമരങ്ങളായി നടിച്ചു നടക്കുന്ന പല ആളുകളും അവർ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് രാഷ്ട്രീയത്തിലാണെങ്കിലും മതത്തിലാണെങ്കിലും മറ്റ് പല സംഘടനകളിലാണെങ്കിലും പല ഓഫീസസിലാണെങ്കിലും എല്ലാം നേതൃസ്ഥാനത്തേക്ക് ഈ പുഴുക്കുത്തുകൾ കയറി വരുന്നത്. ഇന്നലെ ബിഗ് ബോസിൽ നടന്ന സിജോ റോക്കി ഫൈറ്റ്. റോക്കി ചെയ്തത് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരിക്കലും ഒരാളെ കയ്യേറ്റം ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഇൻസിഡന്റ് നടന്നതിന്റെ വീഡിയോസിന്റെ താഴെയെല്ലാം സിജോ ഉയിര്, സിജോ ജയിക്കും എന്ന് പറഞ്ഞിട്ട് കുറേ കമന്റ്സ് കിടക്കുന്നു. ഇതിനകത്ത് ആര് ജയിച്ചാലും ആര് പോയാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഒരാളുടെ ക്യാരക്ടറിനെ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരിക്കലും തെറ്റ് പറ്റാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മുഖ്യധാരയിലെല്ലാം ഇതുപോലെയുള്ള ആളുകളെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരും. അപ്പോൾ ഇന്നലത്തെ ആ ഒരു ഇൻസിഡന്റ് ശ്രദ്ധിച്ചാൽ അതിന് മുമ്പും പിൻപുമുള്ള കാര്യങ്ങൾ ഒന്ന് ശരിക്കും വീക്ഷിച്ചാൽ മനസ്സിലാക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. സിജോ നല്ലൊരു ഗെയിമറാണ്. സിജോയ്ക്ക് എക്സാക്ട്ലി ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെയാണ് സിജോ ഗെയിം കളിച്ചത്. ഇന്നലെ സിജോ റോക്കിയെ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്തു. അപ്പോൾ പ്രൊവോക്ക് ചെയ്ത് അവൻ തിരിച്ച് തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പുറത്താകുമെന്നും അങ്ങനെ ഓരോരുത്തർ പുറത്താകുമ്പോൾ ഇവന് വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ കിട്ടുമെന്നൊക്കെ അവന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൻ ഗെയിമർ എന്ന രീതിയിൽ നല്ലതായിട്ടാണ് കളിച്ചു പോകുന്നത്. പക്ഷേ ആ ഒരു ഇൻസിഡന്റ് നോക്കിയാൽ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്തു. റോക്കി അവനെ തല്ലിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റോക്കി എൻ്റെ ഫ്രണ്ടാണ് ബിഗ് ബോസ്, എനിക്ക് അവനോട് ഒരു ദേഷ്യവും ബിഗ് ബോസ്, അവനെ പുറത്താക്കണ്ട ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹം. അത് കഴിഞ്ഞ് റോക്കി, നീ ഇത് കാണുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കൂ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം ഒന്ന് നോക്കിക്കേ. അതിനകത്തൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഏതൊരു വ്യക്തിയാണേലും നമ്മളെ ആരെങ്കിലും പബ്ലിക്കായിട്ട് നമ്മുടെ കർണക്കുറ്റിക്ക് ഒരു അടി തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദിവസം കൊണ്ടോ കുറച്ച് ഫ്യൂ അവേഴ്സ് കൊണ്ടോ നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റില്ല. മേ ബി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോവായിരിക്കും. പക്ഷെ ആ ഒരു ദിവസമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തിളച്ച് നിൽക്കും. രണ്ടെണ്ണം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു ഫീലിംഗ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം തന്നെയാണ് സിജോയ്ക്കും. ബിക്കോസ് സിജോ അത്ര നല്ല ടെമ്പർ ഉള്ള ഒരാളാണ്. നല്ല രീതിയിൽ റോക്കി ഓരോ കാര്യം പറയുമ്പോഴും ഒരു ക്യാപ്റ്റനാണ്, ഞാൻ കുറച്ച് അടങ്ങണം എന്നുള്ളൊരു ചിന്തയില്ലാതെ നല്ല രീതിയിൽ തിരിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന അത്ര ദേഷ്യമുള്ള ഒരാൾ തന്നെയാണ്. ആ ഒരാള് പെട്ടെന്ന് കാമാവുന്നു, ഒരു കുഴപ്പമില്ല, അവൻ എൻ്റെ ഫ്രണ്ടാണ്, അവനെ വിടണ്ടെന്നൊക്കെ പറയുന്ന ആ ഒരു ഗെയിം എന്ന് പറയുന്നത് പ്രേക്ഷക സപ്പോർട്ട് പിടിച്ചു പറ്റുക എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും അവൻ റോക്കിയോട് ക്ഷമിച്ചിട്ടല്ല അത് കാണിക്കുന്നത്. അതിനുശേഷം അവനാണെങ്കിൽ ഈ അടി കൊണ്ടതിൻ്റെ അവിടെ അങ്ങ് തിരുമ്മിക്കൊണ്ടിരിക്കുക, ചൂട് വെക്കുന്നു, എടുക്കുന്നു. അവിടെ നല്ലൊരു അടിയാണ് കൊണ്ടത്, പക്ഷെ വീർത്തിട്ടും എടുത്തിട്ടും ഒന്നുമില്ല. അതിനുശേഷം ബിഗ് ബോസ് ചോദിക്കുന്നു, നിനക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ബിഗ് ബോസ്, എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, ശബ്ദത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതും കൂടെ ആയപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ ശബ്ദത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു, തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറയുന്നവൻ 1 മണിക്കൂറോളം റോക്കിയുടെ അടുത്ത് കിടന്ന് ചിലച്ച സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു അവൻ്റെ തൊണ്ടയ്ക്ക്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മറ്റതാണോ ഇതാണോ എന്ന് എനിക്ക് അറിയില്ല, അപ്പോഴും കൊടുക്കുകയാണ്, അടി കിട്ടിയതിൻ്റെ പ്രശ്നമാണ് എന്ന് ഡയറക്റ്റ് പറഞ്ഞിട്ട് ഒരു നന്മമരമാവാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അത് ഡയറക്റ്റ് പറയാതെ എന്നാൽ അതുകൊണ്ടൊക്കെ തന്നെയാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ഇൻഡയറക്റ്റ് രീതിയിൽ വയ്യ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഇതൊക്കെ ഭയങ്കരമായ മൈൻഡ് ഗെയിമാണ്. അതുപോലെ തന്നെ നോറയുടെ തലയെ കൊണ്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. റോക്കി അങ്ങനെ കാര്യമായിട്ട് അവൻ അങ്ങനെ ചെയ്യണം എന്നൊന്നും വിചാരിച്ച് ചെയ്യുന്നതല്ല, പലപ്പോഴും നോറയാണ് അവനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും വളച്ചൊടിച്ച് പല രീതിയിലാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കഴിവ് തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽപ്പുള്ളൂ എന്നുള്ളൊരു കാലഘട്ടമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ ജാസ്മിനെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവൻ കഴിക്കത്തില്ല, ഞാൻ അപ്സര എന്നോട് ക്ഷമ പറയാതെ ഞാൻ കഴിക്കത്തില്ല എന്ന് പറഞ്ഞ് കിടന്ന സമയത്ത് ജാസ്മിൻ വന്നിരുന്ന് പറയുന്നുണ്ട്, നീ കഴിക്കല്ലടാ, നീ കഴിക്കല്ല, ക്ഷമ പറയാതെ നീ കഴിക്കല്ല എന്ന് പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ റോക്കി അത് അന്നേരം റിയലൈസ് ചെയ്യുന്നില്ല. അവൻ പറയുന്നു, ഇല്ല ഞാൻ കഴിക്കത്തില്ല. അപ്പോൾ ഇവൻ കഴിക്കാതിരിക്കണം, അവിടെ പ്രശ്നം വഷളാകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാം ചെയ്യുന്നത് ഭയങ്കര ക്രൂക്കഡായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് റിയലൈസ് ചെയ്യൂല. റോക്കി ചെയ്തത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അവൻ്റെ ആങ്കർ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റണമായിരുന്നു. ഇപ്പോൾ റോക്കി ആണേലും ഋഷി ആണേലും അവരുടെയൊക്കെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഋഷിയുടെ കാര്യം തന്നെ എടുക്കാം. ഗബ്രി അവനെതിരെ ഒരു നോമിനേഷൻ എന്തോ ചെയ്ത സമയത്ത്, പവർ റൂമിൽ വെച്ച് ചെയ്ത സമയത്ത് അവൻ ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്തിട്ട് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി, അലച്ച് ബഹളം ഉണ്ടാക്കി, ആകെ സീനാക്കിയായിരുന്നു. ആ ഒരു സംഭവം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അവൻ്റെ ഫാമിലി ഹിസ്റ്ററി കേൾക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഫാമിലി ഹിസ്റ്ററി പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ചെറുതിലെ തൊട്ടേ അവൻ്റെ അച്ഛൻ ഭയങ്കര കുടിയനായിരുന്നു, അമ്മയെ എടുത്തിട്ട് തല്ലുമായിരുന്നു, അത് കണ്ടാണ് വളർന്നതെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് അവൻ അങ്ങനെ ആയിപ്പോയി എന്നുള്ളത്. കാരണം അവൻ ചെറുതിലേ തൊട്ടേ അവന് നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ അല്ല അവന് കിട്ടിയിട്ടുള്ളത്. എപ്പോഴും അവൻ കാണുന്നത് വയലൻസ് ആണ്.
അപ്പോൾ ഈ വയലൻസിൻ്റെ ഇടയിൽ അവനെ സ്നേഹിക്കാനോ അവൻ്റെ കാര്യങ്ങൾ നോക്കാനോ അവൻ്റെ ക്യാരക്ടറിന് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനോ ഒന്നും അവൻ്റെ പേരൻസിന് സമയം കിട്ടിയിട്ടില്ല. അടി കൊടുക്കാനും പ്രശ്നം ഉണ്ടാക്കാനും അവൻ്റെ അച്ഛൻ ഇതൊക്കെ ഏറ്റു വാങ്ങിക്കൊണ്ട് അപ്പോൾ അമ്മയ്ക്കാണേലും അത് റിലാക്സ് ചെയ്ത് മക്കളെ നല്ല രീതിയിൽ വളർത്താനൊന്നും പറ്റുന്നില്ല. അപ്പം ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അവന് എന്നും സങ്കടങ്ങളാണ്. അപ്പോൾ അവൻ ട്രസ്റ്റ് ചെയ്യുന്നവരിൽ നിന്ന് അവനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തന്നെ അവനത് ഫീൽ ചെയ്യുകയാണ്, സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കെന്നും ഇങ്ങനെയാണല്ലോ, എല്ലാവരും എന്നോട് ഇങ്ങനെയാണല്ലോ എന്നൊരു സംഭവമാണ്. അതാണ് അവൻ അത്രയും ഓവർ റിയാക്ട് ചെയ്തത്. ഇതേ കാര്യം തന്നെയാണ് റോക്കിക്കും അവൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് സമയത്ത് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വിശ്വസിച്ച പല ആളുകളിൽ നിന്നും ഒരുപാട് ചതി ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ ഒരുപാട് തിക്താനുഭവങ്ങളിൽ കൂടെ വന്ന ഒരാളാണ്. അപ്പോൾ അത് കാരണം ഒന്നിനും വിശ്വാസമില്ല, ആരെയും ട്രസ്റ്റ് ചെയ്യുന്നില്ല, എല്ലാത്തിനോടും ഒരു അമിതമായ ദേഷ്യം. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിൽ നിന്നുണ്ടാവുന്നതാണ്. അത് പക്ഷെ മറ്റുള്ളവർ സഹിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ പോലും ഇവരൊന്നും ഡേഞ്ചറസ് അല്ല. ഇവരിപ്പോൾ ഈ ഇപ്പം ശരിയാണ്, ഡേഞ്ചറസ് അല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ ദേഷ്യത്തിന് ചിലപ്പോൾ ഒരാളെ കുത്താനും മതി, ആ രീതിയിൽ ഡേഞ്ചറസ് ആണ്. പക്ഷെ അല്ലാതെ ഇവർ നമ്മുടെ പുറകിൽ നിന്ന് കുത്തൂല, ഇവരാരും പുറകിൽ നിന്ന് നമുക്ക് കുത്തൂല. നേരെ വന്നിട്ട് നേരെ വാ എന്നുള്ള രീതിയിൽ തല്ലി തീർക്കുകയോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുകയോ ചീത്ത വിളിക്കുകയോ ബഹളമൊക്കെ ഉണ്ടാക്കുകയോ ചെയ്താലും ഇവരാരും മറ്റു രീതിയിൽ ഡേഞ്ചറസ് അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് ആ രീതിയിൽ വിശ്വസിക്കാം. ഒരിക്കലും അവർ നമ്മളെ പുറകിൽ നിന്ന് കുത്തൂല. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ദേഷ്യം വന്നാൽ ഇതുപോലെ വഴക്കുണ്ടാക്കി വായി വരുന്ന മൊത്തം പറഞ്ഞ് തല്ലി ഒക്കെ തീർക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സിൽ ഒന്നുമില്ല. പക്ഷെ ആ ഒരു സംഭവം മറ്റാളുടെ മനസ്സിൽ ഭയങ്കരമായ ദേഷ്യം പാകുകയും ഒരിക്കലും ഇവരുമായിട്ട് കോംപ്രമൈസ് ആവാത്ത രീതിയിലത്തെ ഒരു ബിഹേവിയർ ആയിരിക്കും ഇവരപ്പോൾ ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ അതോടുകൂടി ഇവരുടെ മനസ്സ് ക്ലിയർ ആവും. പക്ഷെ സിജോയെ പോലെയുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവർ ഇങ്ങനെ നന്മമരം ചമഞ്ഞ് കാണിക്കും. പക്ഷെ അവരെ ഒരിക്കലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാനും പറ്റൂല. നമ്മുടെ കൂടെ നിർത്തി ഒരു കാര്യത്തിനും ഒന്നിച്ചു ചേർന്നൊരു ബിസിനസ് തുടങ്ങുക അല്ലെ ഒരു കാര്യത്തിലും അവരെ കൂടെ നിർത്താൻ പറ്റൂല. ഡെഫിനറ്റ്ലി നമുക്ക് ചതി പറ്റും. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ കുറച്ചും കൂടെ ആളുകളെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഇവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് നന്മമരം ചമയുന്ന ആൾക്കാരെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കളിപ്പീര് പറ്റുന്നതൊക്കെ ഒത്തിരി കുറയും. അല്ലെങ്കിൽ നമ്മൾ പല ചതിക്കുഴിയിലും പോയി ചാടുകയും നമ്മൾ അനാവശ്യമായിട്ട് പലരെയും ട്രസ്റ്റ് ചെയ്ത് പലർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളുടെ ഉള്ള റിലേഷൻഷിപ്പ് കൂടി ഇല്ലാതായി പോകുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് സമയങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവാതെ നമ്മൾ എത്ര നന്മമരം കളിക്കുന്ന ആൾക്കാരെ ആണെങ്കിലും ഒന്ന് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുക. ഇപ്പം ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ദേഷ്യം വരും. ആ ദേഷ്യം നമ്മൾ കാണിക്കും. അല്ലാതെ സാരമില്ല, എനിക്ക് റോക്കിയോട് ഒരു പിണക്കവും ഇല്ല, റോക്കി നിന്നോട്ടെ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും അത് റോക്കി ഫാൻസ് ഉണ്ടെങ്കിൽ അവർക്കും ഇവനോട് ദേഷ്യം തോന്നരുത്, ബാക്കി ആളുകൾക്കും ഇവനോട് ദേഷ്യം തോന്നാതെ ഇവൻ അവിടെ ഇവന് വിൻ ചെയ്യാനുള്ള ഒരു ഗെയിമാണ് അവനത് കളിച്ചത്. ബിഗ് ബോസിൽ ഇപ്പോൾ ആര് ജയിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. സിജോ ജയിച്ചാലും റോക്കി ജയിച്ചാലും അല്ലെ ഋഷി ജയിച്ചാലും ആര് ജയിച്ചാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഇത് സൂക്ഷ്മമായി വീക്ഷിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ക്യാരക്ടേഴ്സും മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ് ഈ ഒരു ഷോ എന്ന് പറയുന്നത്. അത് സ്ക്രിപ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ്. പക്ഷേ നമുക്ക് കാണുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ശരിക്കും വീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഒരു നന്മമരം കളിക്കുന്ന ഒരാളുടെ ബിഹേവിയർ എന്നുള്ളത്. അപ്പം നമ്മുടെ ജീവിതത്തിലാണെങ്കിലും അതുപോലെ നന്മമരം കളിച്ച് വരുന്ന ആൾക്കാരെ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യാതിരിക്കുക, പെട്ടെന്ന് ഇങ്ങനെ ചേർത്ത് നിർത്താതിരിക്കുക. അതൊക്കെ നമുക്ക് ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും. അപ്പോൾ അതുകൊണ്ട് ഈ ചെറുതായിട്ട് വഴക്കുണ്ടാക്കുന്നവരെയും അങ്ങനെയുള്ളവരാണ് അഴുക്ക്, ബാക്കിയുള്ളവരെല്ലാം നല്ലതാണ്, അല്ലെ ചിരിച്ചുകൊണ്ട് വരുന്ന എല്ലാ ആൾക്കാരും എല്ലാം ക്ഷമിച്ചുകൊണ്ട് കാണിക്കുന്ന എല്ലാ ആൾക്കാരും നല്ലതാണെന്ന് കരുതരുത്. നമ്മളെല്ലാവരെയും നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ ചേർത്ത് നിർത്താവൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ചതികളൊന്നും പറ്റാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.